ഹായ്. ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരികയാണ്, നടക്കുകയാണ്. എന്താ പറയുക, ഇന്നലെ നൈറ്റായിരുന്നു. 36 hour ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് വരുന്നത്. നോർമലി വരുമ്പോൾ ഭയങ്കര ക്ഷീണിച്ച് ഒക്കെയാണ് വരിക. ഒന്ന് കിടന്നാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് വരിക. പക്ഷെ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. ഹാപ്പിയായി വരാനുള്ള ഒരു കാരണമുണ്ട്. പക്ഷെ അത് സർപ്രൈസാണ്. അത് ഞാൻ നാളത്തെ വീഡിയോ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ ഞാൻ പറയുള്ളൂ. എനിക്ക് ഹാപ്പി ഉള്ള കാര്യമാണ്, എനിക്ക് ഹാപ്പിനെസ് ഉള്ള കാര്യമാണ്. നിങ്ങൾക്ക് ചില ആൾക്കാർ പറയും ഇതൊക്കെ എന്ത് സർപ്രൈസ്, ഇതൊക്കെ ഇത്ര വീഡിയോ ഇടാണ്ടോ എന്നൊക്കെ തോന്നും. എൻ്റെ ഹാപ്പിനെസ്സാണ് വീഡിയോയിൽ പങ്കുവയ്ക്കണത്. സോ ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ. ഞങ്ങളിപ്പോൾ സ്വിറ്റ്സർലൻഡിലാണ്. ഇതാണ് ഞാൻ കുറെ ടൂർ പോയിട്ടുണ്ട്. പക്ഷെ ഇതുപോലത്തെ ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടില്ല. എനിക്ക് ടൂർ ഗൈഡൊന്നും ടൂർ ഓർഗനൈസറൊന്നും പറയാൻ ഇഷ്ടമില്ല. അടിപൊളിയാണ്. കോൺഫിഡൻസ് രക്ഷയില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അടുത്തൊരു പ്ലാൻ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര നന്നായിട്ട് നല്ല ഞാൻ 8 ദിവസം കണ്ടിട്ടുള്ളൂ. നല്ല മനുഷ്യനാണ്. അതുപോലെ തന്നെ പുള്ളി ഒരു ആർട്ടിസ്റ്റാണ്. സ്കൂൾ ടൈമിലൊക്കെ സ്റ്റേറ്റ് ലെവലിൽ ആക്ടിങ്ങിന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഫിലിംസിലും അഭിനയിച്ചിട്ടുണ്ട്. ഇനിയും ഫിലിമിൽ അഭിനയിക്കാൻ പോകുന്നുണ്ട്. പുള്ളി വന്നാൽ തന്നെ നമ്മൾ ബസ്സിൽ കയറിയാൽ തന്നെ പുള്ളിക്ക് ഭയങ്കര പോസിറ്റീവ് എല്ലാവർക്കും അങ്ങനെ തോന്നുന്നുണ്ട്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതുപോലത്തെ ഒരു ടൂർ ഞാൻ കണ്ടിട്ടില്ല. ഇത് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ട് ആണ്. പുള്ളിക്ക് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. പുള്ളി ഇവിടെ ആൾക്കാർ എത്താത്തതിന്റെ ടെൻഷനിലാണ് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനാണ് തിരിച്ചു വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണം പ്ലീസ് വിളിച്ചുകൊണ്ട് വന്നിട്ട് വീഡിയോ ചെയ്തതാണ്. നടൻ ബാലയുടെ 3ാം ഭാര്യ എലിസബത്തിനെ നമുക്കെല്ലാവർക്കും അറിയാം. ഡോക്ടറാണ് എലിസബത്ത്. അമൃതയോടുള്ളൊരു ദേഷ്യത്തിന് പുറത്താണ് അമൃത പോയതിന് പിന്നീട് എലിസബത്തിനെ ബാല വിവാഹം ചെയ്തത്. വലിയ റിസപ്ഷനൊക്കെ നടത്തിയായിരുന്നു ഈ വിവാഹം നടത്തിയത്. എന്നാൽ ഇവരുടെ ബന്ധം 6 മാസം പോലും തികച്ചില്ല. ബാലയ്ക്കൊപ്പം വളരെ ക്രൂരതകൾ അനുഭവിച്ചാണ് എലിസബത്ത് താമസിച്ചത് എന്ന് പലപ്പോഴും വീഡിയോകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. മാത്രമല്ല ബാല 4ാം വിവാഹം ചെയ്ത ശേഷം അത്തരത്തിലുള്ള പല റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. കൂഗിലെ വിവാഹം ചെയ്യുന്നതിന് മുൻപ് ബാല താലി ചാർത്തിയത് എലിസബത്തിനെയാണ്. ഏറെക്കാലം പിരിഞ്ഞു ജീവിച്ച ഇരുവരും എന്നേക്കുമായി വിവാഹബന്ധം അവസാനിപ്പിക്കുകയായിരുന്നു. ഇരുവരും നിയമപരമായി വിവാഹിതരായിട്ടില്ല. ഇവർ ലിവിംഗ് ടുഗദർ പോലെയായിരുന്നു ജീവിച്ചത്. താലി ചാർത്തി എന്നാൽ പോലും നിയമപരമായി ഇവർ വിവാഹിതരാകാത്തതുകൊണ്ട് ഒരു ഡിവോഴ്സിന്റെ ആവശ്യം ഇവർക്കിടയിൽ വന്നില്ല. 1 വർഷമാകുമ്പോൾ ഒന്നിച്ച് ഡാൻസ് ചെയ്യുന്ന വീഡിയോ ഇടുമെന്ന് പറഞ്ഞ ബാല ഇപ്പോൾ വെഡിങ് ആനിവേഴ്സറിക്ക് എലിസബത്തും ബാലയും സെപ്പറേറ്റഡ് ആയിരിക്കുകയാണ്. അത് മാത്രമല്ല ബാല തന്റെ പുതിയ ഭാര്യയ്ക്ക് ഒപ്പമാണ്. ബാല വീണ്ടും മറ്റൊരു ജീവിതം കണ്ടെത്തിയെങ്കിലും എലിസബത്ത് തന്റെ പ്രൊഫഷണൽ ജീവിതവുമായി മറ്റൊരു സംസ്ഥാനത്ത് കഴിയുകയാണ്. ജോലി വാങ്ങിയാണ് എലിസബത്ത് ബാലയുടെ അടുത്തു നിന്നും മാറി മറ്റൊരിടത്ത് താമസമാക്കിയത്. ബാല അകന്നുമെങ്കിലും എലിസബത്ത് ജീവിതത്തിൽ വച്ചടി ഉയരങ്ങൾ കീഴടക്കുകയാണ്. കഴിഞ്ഞ ദീപാവലിക്ക് എലിസബത്ത് തന്റെ തൊഴിലെടുത്ത് ഗംഭീര ആഘോഷങ്ങൾ നടത്തിയ വീഡിയോയും ചിത്രങ്ങളും അവരുടെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിരുന്നു. വ്ലോഗിങ്ങിൽ സജീവമാണിന്ന് എലിസബത്ത്. സഹപ്രവർത്തകരുടെ ഒപ്പം ഉത്തരേന്ത്യൻ ശൈലിയിലാണ് എലിസബത്ത് ദീപാവലി ആഘോഷമാക്കിയത്. എലിസബത്തിന്റെ ഓരോ പോസ്റ്റിനും പിന്തുണയും സ്നേഹവും ചൊരിയുന്ന നിരവധി പേരുണ്ട്. ബാലയുടെ ഒപ്പം 2 വർഷത്തിലധികം എലിസബത്ത് ഉണ്ടായിരുന്നുവെന്നും അതിനുശേഷമാണ് ഇവർ പിരിഞ്ഞത്. ഇരുവരും കാരണം വെളിപ്പെടുത്തിയില്ല എങ്കിലും എലിസബത്തിന് എന്ത് പറ്റിയെന്ന് അടുത്തിടെയാണ് മറ്റൊരാൾ പറഞ്ഞ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലെത്തിയത്.
ബാലയുടെ അരികിൽ ജീവന് പോലും ഭീഷണിയുണ്ടായ സാഹചര്യത്തിൽ അഹമ്മദാബാദിലെ ആശുപത്രിയിൽ ജോലി വാങ്ങി അവിടേക്ക് പോവുകയായിരുന്നു എലിസബത്ത്. ഇത് നിഷേധിച്ചോ അംഗീകരിച്ചോ എലിസബത്ത് ബാലയോ എവിടെയും വന്നിരുന്നില്ല. ആ പറഞ്ഞതെല്ലാം സംഭവിച്ച കാര്യങ്ങൾ എന്ന നിലയിലാണ് പ്രേക്ഷകരും ആരാധകരും അടങ്ങുന്ന വിഭാഗം കരുതി പോരുന്നത് എന്ന് വ്യക്തം. ഏത് സാഹചര്യത്തിലും മകൾക്കൊപ്പം പാറ പോലെ ഉറച്ചു നിൽക്കുന്ന അച്ഛനമ്മമാർ ഉണ്ട് എലിസബത്തിന്. സമൂഹ മാധ്യമം വഴിയുള്ള പരിചയമാണ് ഡോക്ടറായ എലിസബത്തിനെ ബാലയുമായി അടുപ്പിച്ചത്. ആ പരിചയം പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും വഴിമാറി. ബാല കഴിഞ്ഞ വർഷം കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ സാഹചര്യത്തിൽ കൂടെ നിന്നത് എലിസബത്ത് ആയിരുന്നു. ആശുപത്രിയിൽ വെച്ചാണ് ഇവർ വിവാഹ വാർഷികം ആഘോഷിച്ചത്. അടുത്ത വിവാഹ വാർഷികത്തിന് ഡാൻസ് ചെയ്യുമെന്ന് പറഞ്ഞെങ്കിലും ആ വാക്ക് പാലിക്കാൻ ബാല കൂടെ ഉണ്ടായില്ല. ബാല കൂടെ ഇല്ല എങ്കിലും എലിസബത്ത് ജീവിതത്തിലെ സന്തോഷങ്ങൾ ഒന്നൊന്നായി തിരിച്ചു പിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വിദേശയാത്ര ഉൾപ്പെടെ നടത്തിയ എലിസബത്ത് ആ സന്തോഷ നിമിഷങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. പല യാത്രകളിലും അച്ഛനും അമ്മയും എലിസബത്തിന്റെ കൂടെ ഉണ്ടായി. അവിടം കൊണ്ടും തീർന്നില്ല. എലിസബത്ത് അക്ഷരാർത്ഥത്തിൽ ജീവിതത്തിൽ വെച്ചടി കയറ്റത്തിലാണ്. ഒരു വലിയ നേട്ടത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റ് എലിസബത്തിന്റെ ഫേസ്ബുക്ക് പേജിലുണ്ട്. 14,100 അടി ഉയരമുള്ള ട്രെക്കിംഗ് പൂർത്തിയാക്കിയതിന് സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കുകയാണ് എലിസബത്തിന്. ഋഷികേശ് ബദ്രിനാഥ് ദേശീയപാതയിലെ ഹേംകുണ്ട് സാഹിബ് ട്രക്ക് നടത്തിയതിനാണ് ഹിമാലയൻ ഡെയർ ഡെവിൾസ് എന്ന സംഘടനയുടെ സാക്ഷ്യപത്രം എലിസബത്തിന് ലഭ്യമായത്. 6 ദിവസത്തോളം നീളുന്ന വാലി ഓഫ് ഫ്ലവേഴ്സ് ഹേംകുണ്ട് സാഹിബ് ട്രക്കാണ് എലിസബത്ത് പൂർത്തിയാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ജൂലൈ 6 മുതൽ 11 വരെയായിരുന്നു ഈ ട്രക്കിന്റെ കാലയളവ്. ട്രക്കിങ്ങിന് പങ്കെടുത്ത ചില ചിത്രങ്ങളും എലിസബത്ത് ഉദയൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. ഹായ്, ഞാനിപ്പോൾ എവിടെയാണ്, നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ഒരു റിവർ ഫ്രണ്ട്, സബർമതി റിവർ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേസിലാണ് വന്നിരിക്കുന്നത്. സബർമതി റിവറിൻ്റെ സൈഡിയോടെ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ട് ആൾക്കാർക്ക് നടക്കാനും ഇരിക്കാനും അതുപോലെ തന്നെ അടുത്ത് പാലം ഒക്കെ പോകുന്നുണ്ട്. ഇത് അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അവിടെയാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഒരു 8:30 ആകുമ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞു. 8:30 ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന ഓൾമോസ്റ്റ് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ പിന്നെ വരാൻ പറ്റണമെങ്കിൽ ഇവിടെയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വന്നു എന്നുള്ളൂ. പിന്നെന്താണ്, എല്ലാവർക്കും ഹാപ്പിയാണെന്ന് വിചാരിക്കണു. പിന്നെന്താ, അതുപോലെ തന്നെ ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറയണ സാധനം മെൻ്റൽ ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ്. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട്, മെൻ്റലി ഡിപ്രസ്ഡ് ആണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നു, ആരുമില്ല, ഭയങ്കര ലോൺലിനെസ് ഫീൽ ചെയ്യണു എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. ഇത് ഇടയ്ക്കിടയ്ക്ക് പറയണത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഓക്കെ ഷുഗർ ഉണ്ട്, നമ്മൾ ഡോക്ടറെ കാണിക്കണു, അതിന് ആർക്കും ഒരു കുഴപ്പമില്ല. പ്രഷറുണ്ട്, ഡോക്ടറെ കാണിക്കണു. മുറിവുണ്ട്, ഇത് കാണിക്കണു. അല്ലെങ്കിൽ സർജറി ചെയ്യേണ്ട കാര്യമുണ്ട്, ഡോക്ടറെ കാണിക്കണു. അതൊന്നും പറയാനും അതുപോലെ തന്നെ ആളിനെ കാണാനും ഡോക്ടറെ കാണാനും ബുദ്ധിമുട്ടില്ല. പക്ഷെ സൈക്കാട്രിസ്റ്റിൻ്റെ അവിടേക്ക് ഒരു ഡിപ്രഷൻ വന്ന് പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര നാണക്കേടാണ്. അപ്പോൾ നമുക്ക് ഹെൽപ്പ് കിട്ടുക, നമ്മുടെ ഹാപ്പിനെസ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ചില സമയത്ത് നമുക്ക് ഇത് ഒരാളോട് ഷെയർ ചെയ്യാൻ പോലും ചിലപ്പോൾ ആളില്ലാന്ന് തോന്നുന്നുണ്ടാവും. ഷെയർ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ നോക്കുക. അതുപോലത്തെ ആൾക്കാർ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ആ സമയത്ത് നമുക്ക് തോന്നില്ല ഇത് ആരോടും ഷെയർ ചെയ്യാൻ പറ്റില്ല, ആരും അക്സെപ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ ആരും ഒപ്പം ഉണ്ടാവില്ല, അങ്ങനത്തെ കുറേ ഇതൊക്കെ ഉണ്ടാവും. നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പാരൻസിനോട് ഷെയർ ചെയ്യാൻ നോക്കുക മാക്സിമം. അതുപോലെ തന്നെ ഒന്നും പറ്റിയില്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. മരുന്നുകൊണ്ട് ചെറിയൊരു ഹെൽപ്പ് കിട്ടും. പിന്നെ നമ്മളായിട്ട് വലിയ ഈ ഒരു ഡിപ്രഷനിൽ പോയി ഒറ്റയ്ക്കായി മൊത്തത്തിൽ ഹോപ്പൊക്കെ നശിച്ച ഒരു സമയത്ത് നമ്മൾ വലിയ സ്വപ്നങ്ങളൊന്നും വെക്കാണ്ടിരിക്കുക. നമ്മൾ അന്നത്തെ ദിവസം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള ഗോൾ വയ്ക്കുക, അല്ലെങ്കിൽ ചെറിയ ഗോൾ വയ്ക്കുക. ലോങ് ടേം ഗോള്. അതിനുശേഷം നമുക്ക് വലിയ ഗോൾ എത്തിയിട്ട് അതെത്താൻ പറ്റാണ്ട് വീണ്ടും ഡിപ്രഷനിലേക്ക് പോകാൻ നിൽക്കാണ്ട് ഓരോ ദിവസം ഓക്കെ ഇന്ന ദിവസം നമ്മൾ ഇന്നതൊക്കെ ചെയ്യുന്നുള്ള ചെറിയ കാര്യങ്ങൾ വയ്ക്കുക. അപ്പോൾ ഓരോ ദിവസം ഓക്കെ കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തൊക്കെ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നു എന്നുള്ളത് നമ്മൾ ലാസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. ഓക്കെ നമുക്ക് ഇന്നത്തെ സാലറി കിട്ടി, അല്ലെങ്കിൽ ഇന്നത്തെ ജോലി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ നമ്മൾ റൂമിൽ നിന്ന് പോലും പുറത്തിറങ്ങാൻ പറ്റാണ്ടിരുന്നിരുന്ന ഒരാൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങി, അല്ലെങ്കിൽ കിടക്കയിൽ നിന്ന് പോലും എണീക്കാൻ തോന്നാണ്ടിരുന്ന, ആരോടും മിണ്ടാൻ തോന്നാണ്ടിരുന്ന ഒരാൾ അതൊക്കെ ചെയ്തു എന്നുള്ളത് ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് കരുതുക. അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക.
അന്നുള്ള ദിവസത്തെ നല്ല കാര്യങ്ങൾ, നമുക്ക് ഉണ്ടായ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതുക. അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ നമുക്ക് ആൾക്കാരോട് നന്ദി തോന്നുന്നുണ്ട്, ആൾക്കാരെ ഹെൽപ്പ് ചെയ്തു, എന്തൊക്കെ കാര്യങ്ങൾ നല്ലതുണ്ടായി, നെഗറ്റിവിറ്റി വിട്ടിട്ട് നല്ല കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടായി എന്നുള്ളത് ഒന്ന് എന്നും രാത്രി കിടക്കുന്നതിന് മുമ്പ് നൈറ്റ് എഴുതിയിട്ട് വെക്കുക. പിന്നെ നടക്കാൻ പോവുക, ഇത്തിരി ഫിസിക്കലി നമ്മൾ ഇൻവോൾവ് ആവണത്, എക്സസൈസ് കൊടുക്കുക, യോഗ കൊടുക്കുക, മെഡിറ്റേഷൻ ചെയ്യുക. അതൊക്കെ ആക്ച്വലി നമ്മൾ മെൻ്റലി ഡിപ്രസ്ഡ് ആകുമ്പോഴും അതുപോലെ തന്നെ ചെറിയ ചെറിയ വിഷമങ്ങൾക്കൊക്കെ നല്ലതായിരിക്കും. അതുപോലെ പിന്നെ ചെയ്യാൻ അത്യാവശ്യം ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കുക. ഈ ഡിപ്രഷനുകളിൽ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ചില ആൾക്കാർക്ക് ഫുഡ് കഴിക്കാൻ തോന്നും, ചില ആൾക്കാർക്ക് ഫുഡ് കഴിക്കാണ്ടിരിക്കാനാണ് തോന്നുന്നത്. സോ ഫുഡ് കൺട്രോൾഡായിട്ട് പോകാൻ നോക്കുക. തടി കൂടാനും അതുപോലെ തന്നെ അനാവശ്യമായിട്ട് തടി കുറയാനൊന്നും പോവാണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് കൺട്രോൾ ചെയ്യുക, പാറ്റേൺ ഫോളോ ചെയ്യാൻ നോക്കുക. പക്ഷെ ഇതൊന്നുമല്ല കാര്യം, നമ്മൾ ഓരോ ബേബി സ്റ്റെപ്പ് ആയാലും ആ ബേബി സ്റ്റെപ്പ് വെച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ നോക്കുക. ഓക്കെ, ഇടയ്ക്ക് നമ്മൾ വീണു വരും, പക്ഷെ എന്നാലും അടുത്ത ചെറിയ സ്റ്റെപ്പ് നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ അത് ഒരു അച്ചീവ്മെൻ്റ് ആണ്, വിജയമാണ്. അങ്ങനെയൊക്കെയാണ് നമ്മൾ അതിന് പുറത്തെടുക്കുക. ഓക്കെ, ആരും ഇല്ലെങ്കിലും ഒരു പ്രശ്നമില്ല. നമ്മുടെ ഹാപ്പിനെസ് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമായിട്ട് കണ്ടുപിടിക്കുക. ബട്ട് നമുക്ക് ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് സൈക്കാട്രിസ്റ്റിനെ കാണാം. അതിനെയും ആരും കൊണ്ടുപോകാനും ഇതിനൊന്നും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ട, നമുക്ക് തന്നെ പോയിട്ട് കാണുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ പലതരത്തിലും ഓൺലൈനായിട്ട് നമുക്ക് ആരാണ് ഉള്ളത്, എവിടെയാണുള്ളത് എന്നൊക്കെ കണ്ടുപിടിക്കാൻ തോന്നണം. സോ അങ്ങനത്തെ കാര്യങ്ങളും നമുക്ക് നോക്കി അന്വേഷിച്ച് റിവ്യൂ ഒക്കെ അനുസരിച്ചിട്ടും വേണമെങ്കിൽ ആളിനെ നോക്കി കണ്ട് പോയി കാണാം. ഓക്കെ, ബൈ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണേ. ഗുഡ് നൈറ്റ്.